നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മത്തനും പയറും വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മത്തൻ്റെ പകുതിയാണ്, കുറച്ച് പയർ, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. സവാള നമുക്കതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. 2 പച്ചമുളക്, നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഉള്ളി ഇട്ട് കൊടുക്കാം. പയറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കുക്കറിൽ നന്നായിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മത്തൻ മുറിച്ച് എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി. തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇനി മത്തൻ മുറിച്ച് വെച്ച മത്തൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായി തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മത്തനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പയർ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പയർ നന്നായിട്ട് ഇങ്ങനെ വേറെ വേവിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മത്തൻ ഉടഞ്ഞു പോവാതെ നോക്കണം. 2 ടീസ്പൂൺ മുളകും പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് റെഡിയാക്കാൻ ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക്, വറ്റൽമുളക്, ഉള്ളി എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തനും പയറും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കറി ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.